ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങി വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് എനിക്ക് മില്യൺ വ്യൂസ് കിട്ടിയത്. എല്ലാവർക്കും തങ്ങളുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നു ആഗ്രഹമുണ്ടല്ലോ. അതിന് ഞാൻ ചെയ്ത ചില കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ കൂടുതൽ നല്ല ടിപ്സുമായി തിരിച്ചു വരും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ കാഴ്ചകൾ ലഭിക്കാനുള്ള ചില എളുപ്പവഴികൾ നമുക്ക് ചർച്ച ചെയ്യാം. ആകർഷകമായ ഉള്ളടക്കം സൃഷ്ടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉള്ളടക്കം തിരഞ്ഞെടുത്ത് അത് ആകർഷകമാക്കുക. ഉയർന്ന നിലവാരമുള്ള ഫോട്ടോകളും വീഡിയോകളും ഉപയോഗിക്കുക. അത്രമാത്രമല്ല, സർഗാത്മകമായിരിക്കുക. നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന തരത്തിലുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുക. റീൽസ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ട്രെൻഡിംഗ് സൗണ്ട്സും ഇഫക്റ്റുകളും ഉപയോഗിക്കുക. ചില ക്യാപ്ഷനുകൾ എഴുതുക. പ്രസക്തമായ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുക. സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റോറീസ് ഇടുമ്പോൾ പോൾസ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നിവ കൊണ്ട് നമുക്ക് സ്റ്റോറി ഇടുന്നത് ആകർഷകമാക്കാം. പിന്നെയുള്ള ഒരു ടിപ്പാണ് ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുക എന്നത്. പലരുടെ വീഡിയോയും വൈറൽ ആകുന്നത് ബിഹൈൻഡ് ദ സീൻസിൽ കൂടിയായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗ്സ് ശരിയായി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. റെലവെന്റ് ആയതും പോപ്പുലർ ആയതുമായ ഹാഷ്ടാഗ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ വീഡിയോയ്ക്ക് വരുന്ന കോമന്റ്സിന് റിപ്ലൈ ചെയ്യുക. അതുവഴി നമ്മൾക്ക് എൻഗേജ് ചെയ്യാൻ കഴിയും. അത് കൂടുതൽ വ്യൂസിനെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് ആണ്. നമ്മൾ ഒരു വീഡിയോ ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു അടുത്ത വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മുടെ ചാനലിനു വേണ്ടത്ര വ്യൂസ് വരികയില്ല. നമ്മൾ കോൺസിസ്റ്റന്റ് ആയി പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ചില വീഡിയോസ് വ്യൂസ് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. എന്നിരുന്നാലും എല്ലാ ദിവസവും മാക്സിമം വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതിനായി നിങ്ങൾ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക. അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വളർച്ചയെ നല്ല രീതിക്ക് സഹായിക്കും. മറ്റുള്ള വ്യൂസ് കൂടുതലുള്ള ഇൻഫ്ലുവൻസറായിട്ട് കൊളാബറേഷൻസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ വ്യൂസ് വളരെ അധികം കൂട്ടാൻ സഹായിക്കും. കൂടാതെ നമ്മുടെ അനലിറ്റിക്സ് ഉപയോഗിക്കുക. അതിലെ ഇൻസൈറ്റ്സ് പരിശോധിക്കുക. അതുവഴി നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ടിപ്സുകൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നത് ആണ്. എന്നിരുന്നാലും ഇൻസ്റ്റാഗ്രാം ആൽഗോറിതംസ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ ടിപ്പുകൾ ഫ്യൂച്ചറിൽ മാറിയേക്കാം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഇനിയും ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ കൂടുതൽ നല്ല ടിപ്സുമായി തിരിച്ചു വരും.